നമസ്കാരം. ഇന്ന് ജീവലോകത്തെ ഒരു ജീവിയായ ആനയെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. 2 മീറ്റർ വരെ നീളം ഉള്ള എന്നാൽ 140 കിലോഗ്രാം വരെ ഭാരമുള്ള തുമ്പിക്കൈയാണ് ആനയ്ക്കുള്ളത്. തുമ്പിക്കൈ വളരെ ബലമുള്ളതാണ്. തുമ്പിക്കൈയിൽ ഒരു എല്ല് പോലുമില്ല. എന്നാൽ 1,00,000 പേശികളുണ്ട്. ഇത്രയും പേശികളുള്ളതുകൊണ്ട് ആനയ്ക്ക് തുമ്പിക്കൈ ഇഷ്ടം പോലെ വളയ്ക്കുവാനും തിരിക്കുവാനും മടക്കുവാനും നീട്ടുവാനും ഒക്കെ കഴിയും. തുമ്പിക്കൈ കൊണ്ടാണ് ആന ജോലികളെല്ലാം ചെയ്യുന്നത്. വെള്ളം കുടിക്കുന്നതും വെള്ളം ശരീരത്തിൽ ചീറ്റി തെറിപ്പിക്കുന്നതും മണം പിടിക്കുന്നതും സാധനങ്ങൾ തൂക്കിയെടുക്കുന്നതും അഗ്രം ചുരുണ്ടിരിക്കുന്ന തുമ്പിക്കൈ കൊണ്ടാണ്. ആനയുടെ മൂക്കും മേൽചുണ്ടും ഒന്നിച്ച് ചേർന്ന് വളർന്നാണ് തുമ്പിക്കൈ ഉണ്ടായിരിക്കുന്നത്. ആന വായുവിൽ തുമ്പിക്കൈ ഇടത്തോട്ടും വലത്തോട്ടും മേലോട്ടും ആട്ടുന്നത് കണ്ടാൽ ഒരു കാര്യം ഉറപ്പാണ്: ആന മണം പിടിക്കുന്നതാണ് ആ രഹസ്യം. ആനയ്ക്ക് നീന്താനും അറിയാം. നീന്തുമ്പോൾ തുമ്പിക്കൈ വെള്ളത്തിൽ മുകളിൽ ഉയർത്തിപ്പിടിക്കും. കാരണം നാസാരന്ധ്രങ്ങൾ തുമ്പിക്കൈയുടെ അറ്റത്താണ്. മൂക്കിനകത്ത് വെള്ളം കയറരുത്. മൂക്കിനകത്ത് എന്തെങ്കിലും കയറിയാൽ ആന തുമ്മും. തുമ്പിക്കൈ ആട്ടിക്കൊണ്ടാണ് അത് തുമ്മുന്നത്. ഏതൊരു ശബ്ദവും ആനയ്ക്ക് തിരിച്ചറിയുവാൻ ഇത് സഹായിക്കും. മദം പൊട്ടിയാലാണ് ആന തുമ്പിക്കൈ ഉയർത്തി ചിഹ്നം വിളിക്കുന്നത്. വളർത്തുന്ന ആനകളും സർക്കസിലെ ആനകളും കുട്ടികളോടും മുതിർന്നവരോടും സ്നേഹം പ്രകടിപ്പിക്കുന്നത് തുമ്പിക്കൈ കൊണ്ടാണ്. തുമ്പിക്കൈ കൊണ്ട് സലാം വെച്ച് തുമ്പിക്കൈ കൊണ്ട് തന്നെ കെട്ടിപ്പിടിക്കുകയും ചെയ്യും. ആനക്കുട്ടിയെ പൊക്കുവാനും കൂട്ടത്തിലുള്ള ആനയെ ചെളിക്കുണ്ടിൽ നിന്ന് രക്ഷിക്കാനും ഉപയോഗിക്കുന്നത് ആനയുടെ തുമ്പിക്കൈ തന്നെയാണ്. ചെറിയ ആനക്കുട്ടികൾ തുമ്പിക്കൈ വായിലിടുന്ന ഒരു സ്വഭാവം നടത്താറുണ്ട്. ആന 2 തരമാണുള്ളത്: ഏഷ്യൻ ആനകൾ, ആഫ്രിക്കൻ ആനകൾ. ഏഷ്യൻ ആനയ്ക്ക് തുമ്പിക്കൈയുടെ അറ്റത്ത് ഒരു വിരൽ പോലെ തൊലി ഉയർന്നു നിൽക്കും. ആഫ്രിക്കൻ ആനയ്ക്കാണെങ്കിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗം 2 വിരലുകൾ പോലെ തോന്നിക്കും. വിരലുകൾ പോലെയുള്ള ഈ ഭാഗമുള്ളത് കൊണ്ടാണ് ഏത് ചെറിയ സാധനവും നിലത്തു നിന്നെടുക്കാൻ ആനയ്ക്ക് നിഷ്പ്രയാസം കഴിയുന്നത്. സാമാന്യം വലിയ ചെവികളാണ് ആനയ്ക്ക്. എന്നാൽ കേൾവിശക്തി കുറവാണ്. ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കുന്ന രക്തക്കുഴലുകൾ ചെവികളിലാണുള്ളത്. ആന ചെവിയാട്ടുന്ന ശരീരത്തെ തണുപ്പിക്കാനാണ്.